Hi friends, welcome to my YouTube channel H Media. ഈ വീഡിയോയിലൂടെ 3ds Maxൽ Poliigon പ്ലഗിൻ യൂസ് ചെയ്ത് ഫ്രീ അസറ്റുകൾ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ് പറയാൻ പോകുന്നത്. ഈ പ്ലഗിൻ യൂസ് ചെയ്ത് 4500-ലധികം ഹൈ ക്വാളിറ്റി മെറ്റീരിയലുകളും HDRIകളും 3D മോഡലുകളെയും നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യാതെ 3ds Maxൽ നിന്ന് തന്നെ സെർച്ച് ചെയ്യാനും ഒറ്റ ക്ലിക്കിൽ ഡൗൺലോഡ് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതുമാണ്. ഒരുപാട് ഫ്രീ അസറ്റുകൾ ഈ പ്ലഗിനിലൂടെ നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഈ പ്ലഗിൻ 3ds Maxൽ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം തുടങ്ങിയതെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപേ ആദ്യമായാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ഇന്റീരിയർ എക്സ്റ്റീരിയർ വിഷ്വലൈസേഷൻ പേഴ്സണൽ ട്രെയിനിങ്ങും എച്ച് മീഡിയയിൽ അവൈലബിൾ ആണ്. കോഴ്സുകളെ കുറിച്ച് കൂടുതൽ അറിയാനായി താഴെ കാണുന്ന നമ്പറിൽ കോൾ ചെയ്യുകയോ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാവുന്നതാണ്. താമസിയാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. Poliigon പ്ലഗിൻ നമ്മളിവിടെ ആക്സസ് ചെയ്തിരിക്കുകയാണ്. Poliigon.com എന്ന വെബ്സൈറ്റിൽ അവൈലബിൾ ആയ എല്ലാ അസറ്റ്സുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ ഓൾ അസറ്റ്സ്, ടെക്സ്റ്റേഴ്സ്, മോഡൽസ്, HDRIs, ഫ്രീ തുടങ്ങിയ കാറ്റഗറികൾ ഇതിൽ കാണാവുന്നതാണ്. ഇതിൽ ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഒരു കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ ഈ ഒരു കാറ്റഗറിയിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഇതിന് താഴെയായി ഇന്റീരിയർ ഡിസൈനിങ്, ആർക്കിടെക്ചർ ഡിസൈനിങ് തുടങ്ങിയ ഏതൊരു പ്രൊജക്റ്റുകളിലേക്കും യൂസ് ചെയ്യാവുന്ന ഒരുപാട് ടൈപ്പ് മെറ്റീരിയൽ കാറ്റഗറീസ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഈ കാറ്റഗറികളിൽ നിന്നും മെറ്റീരിയൽസുകളെ സെർച്ച് ചെയ്ത് നമ്മുടെ സീനിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓരോ കാറ്റഗറികൾ സെലക്ട് ചെയ്യുമ്പോഴും അതിനുള്ളിൽ ഫ്രീ എന്നൊരു ഓപ്ഷനും നമുക്കിതിൽ കാണാവുന്നതാണ്. ഈ ഫ്രീ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സെലക്ട് ചെയ്ത കാറ്റഗറികളിൽ അവൈലബിൾ ആയ എല്ലാ ഫ്രീ അസറ്റുകളും ഇവിടെ കാണാവുന്നതാണ്. നല്ല ഹൈ ക്വാളിറ്റി ടെക്സ്ചറുകളാണ് ഈ ഫ്രീ സെക്ഷനുകളിലും നമുക്ക് ലഭിക്കുന്നത്. ഇവിടെ 1K മുതൽ 8K വരെ റെസൊല്യൂഷനിലുള്ള ടെക്സ്ചറുകളാണ് ഇതിൽ അവൈലബിൾ ആയിരിക്കുന്നതെന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. ഒരു സിംഗിൾ ക്ലിക്കിൽ നമുക്കിതുപോലെ നമുക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസിനെ സെലക്ട് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. വളരെ ക്വിക്കായി നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു മെറ്റീരിയൽ ഇവിടെ ഡൗൺലോഡ് ആയിരിക്കുകയാണ്. ഈ അസറ്റിനെ ഡ്രാഗ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യുകയോ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത ശേഷം ഏത് ഒബ്ജക്റ്റിലേക്കാണോ ആ മെറ്റീരിയലിനെ അസൈൻ ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് അസൈൻ ടു സെലക്ഷൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതുമാണ്. നമ്മൾ ഈ ഒരു ഏരിയ വ്യൂ പോർട്ടിൽ സെലക്ട് ചെയ്തിരിക്കുകയാണ്. ഇനി റൈറ്റ് ക്ലിക്ക് ചെയ്ത് അസൈൻ ടു സെലക്ഷൻ എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. നമുക്കിതുപോലെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഏരിയയിലേക്ക് ഈ ഒരു മെറ്റീരിയൽ അസൈൻ ആയിരിക്കുകയാണ്. ഈ ടെക്സ്റ്റിന്റെ സ്കെയിലിംഗ് UEW മാപ്പ് യൂസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി മെറ്റീരിയൽ എഡിറ്ററിൽ ഈ മെറ്റീരിയലിനെ നമുക്ക് ചെക്ക് ചെയ്യാം. വേറെ 7ലാണ് ഈ ഒരു സീൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് മെറ്റീരിയൽ ഇമ്പോർട്ട് ചെയ്തപ്പോൾ വേറെ മെറ്റീരിയലിൽ ഈ ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ആയി നമുക്കിവിടെ ലഭിച്ചിരിക്കുകയാണ്. വളരെ ഡീറ്റെയിൽഡ് ആയാണ് ഈ ഒരു മെറ്റീരിയൽ ഇതിൽ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഇതുപോലെ വേറെ കൊറോണ തുടങ്ങിയ സീനുകളിലേക്ക് വളരെ ക്വിക്കായി ടെക്സ്റ്റുകൾ സെലക്ട് ചെയ്യാനും ആ സെലക്ട് ചെയ്ത ടെക്സ്റ്റുകളെ വളരെ ഡീറ്റെയിൽഡ് ആയ മെറ്റീരിയലുകളായി ഒരു സിംഗിൾ ക്ലിക്കിൽ നമ്മുടെ സീനിലേക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്. ഈ ഒരു Poliigon പ്ലഗിനിൽ മൈ അസറ്റ്സ് എന്ന ഈ ഒരു സെക്ഷൻ ഇവിടെ കാണാവുന്നതാണ്. ഇതിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത മെറ്റീരിയലുകളും HDRIകളും മോഡലുകളും സേവ് ആകുന്നതാണ്. ഇതിലൂടെ അടുത്തൊരു പ്രൊജക്റ്റിൽ പ്രീവിയസ്ലി നമ്മൾ ഡൗൺലോഡ് ചെയ്ത അസറ്റുകളെ വീണ്ടും ആക്സസ് ചെയ്യാനും നമ്മുടെ സീനിലേക്ക് യൂസ് ചെയ്യാനും സാധിക്കുന്നതാണ്. അടുത്തതായി മോഡൽസ് എന്ന ഒരു സെക്ഷനാണ്. കുറെ കാറ്റഗറികൾ നമുക്കിവിടെ കാണാവുന്നതാണ്. ഫ്രീ ആയ മോഡലുകളെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ടതെങ്കിൽ ഫ്രീ എന്ന ഈ സെക്ഷനിൽ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. Poliigon.com വെബ്സൈറ്റിൽ അവൈലബിൾ ആയ എല്ലാ ഫ്രീ മോഡലുകളും നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ നമ്മുടെ സീനിലേക്ക് ആവശ്യമായ ഏതൊരു മോഡലിനെയും വളരെ ഈസിയായി ഒരു സിംഗിൾ ക്ലിക്കിൽ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മോഡലിനെയും നമ്മൾ ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമുക്ക് ആവശ്യമുള്ള മോഡലുകളെയും ടെക്സ്ചറുകളെയും HDRIസിനെയും
ഒരു ഇമെയിൽ ID യൂസ് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് HMediaയുടെ വാട്സപ്പ് ചാനലിലും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിന്നും ആക്സസ് ചെയ്യാവുന്നതാണ്. അടുത്തതായി ഈ ഒരു പ്ലഗിൻ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഡൗൺലോഡ് ചെയ്ത Poliigon പ്ലഗിൻ്റെ MCP ഫയലാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു ഫയലിനെ സെലക്ട് ചെയ്ത് നമ്മുടെ 3ds Maxന്റെ വ്യൂ പോർട്ടിലേക്ക് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ആയതായി നമുക്കിവിടെ കാണാവുന്നതാണ്. നമ്മൾ ഈ ഒരു പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഇതുപോലെ ഒരു ടൂൾ ബാറും ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഈ ഒരു ടൂൾ ബാറിനെ ഡ്രാഗ് ചെയ്ത് നമ്മുടെ 3ds Maxന്റെ മെയിൻ ടൂൾ ബാറിലേക്ക് പ്ലേസ് ചെയ്യാം. ഇനി ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഒരു പ്ലഗിനെ ഓപ്പൺ ചെയ്യാം. ഇവിടെ ലോഗിൻ ബൈ ബ്രൗസർ എന്ന ഈ ഒരു ഓപ്ഷൻ നമുക്കിതിൽ കാണാവുന്നതാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യാം. നമുക്ക് Poliigon.comന്റെ ഈ ഒരു സൈറ്റ് ഇതിൽ ഓപ്പൺ ആയിരിക്കുകയാണ്. ഇതിൽ ലോഗിൻ വിത്ത് ഗൂഗിൾ, ലോഗിൻ വിത്ത് ഫേസ്ബുക്ക്, ലോഗിൻ വിത്ത് ഇമെയിൽ 3 ഓപ്ഷനുകൾ നമുക്ക് കാണാവുന്നതാണ്. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഇതുപോലെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ Poliigon അസറ്റ് ബ്രൗസറിൽ ലോഗിൻ കൺഫേംഡ് ആയിരിക്കുകയാണ്. ഇനി 3ds Maxൽ ഈ ഒരു പ്ലഗിൻ ക്ലിക്ക് ചെയ്ത് ഇതിൽ നിന്നും അസറ്റ്സിനെ നമ്മുടെ പ്രൊജക്റ്റുകളിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.